ആൻഡ് കോമേഴ്സ് ഫാമിലി, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളൊരു എക്സാം സീസണിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. 2026 സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും പുതിയ വർഷവും പുതിയ മാസവും ഒക്കെ എൻജോയ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്നത് കുറച്ച് പേടിയും ടെൻഷനും ഒക്കെ ഉള്ള മാസങ്ങളാണ് അല്ലെ. നമ്മുടെ ഫൈനൽ എക്സാമിന്റെ ഡേറ്റും ടൈം ടേബിളും ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് മോഡൽ എക്സാമിന്റെ ഡേറ്റും ടൈം ടേബിളിനും വേണ്ടിയിട്ടാണ്. ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ. നമ്മുടെ മോഡൽ എക്സാമിന്റെ ഡേറ്റും ടൈം ടേബിളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, 16-നാണ് ഈ ഒരു ഫൈനൽ എക്സാമിന് മുന്നോടിയായിട്ട് വരുന്ന മോഡൽ എക്സാം. ഏത് 16-നാണ്? ഫെബ്രുവരി 16-നാണ് നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോഡൽ എക്സാം 16-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 21-നാണ് അവസാനിക്കുന്നത്. അപ്പം ഒഫീഷ്യലി നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാം 16-ന് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും നമ്മളെ കൊമേഴ്സുകാർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 17-നാണ്. ഇംഗ്ലീഷാണ് ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ആഫ്റ്റർനൂൺ ആണ്, ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ഗ്യാപ്പും ഈ ഒരു എക്സാമിന് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 18-ന് തന്നെ അടുത്ത എക്സാം ഉണ്ട്. അക്കൗണ്ടൻസി ആണ് നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്, അതും ഉച്ചയ്ക്ക് ശേഷമാണ്. പിന്നീട് നിങ്ങൾക്ക് വരുന്നത് 19-ന്, അതായത് ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ് 19-ന് എക്സാം ആയിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളവർക്ക് രാവിലെയും ബാക്കിയുള്ള സബ്ജക്ട്, അതായത് മാത്സ്, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളവർക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വരുന്നത്. അത് കഴിഞ്ഞ് 20-നാണ് ട്വിസ്റ്റ് വരുന്നത്. നമുക്ക് എക്സാമിന് ഗ്യാപ്പ് ഇല്ല എന്നത് മാത്രമല്ല, 20-ന് 2 എക്സാം ആണ് നിങ്ങളെ സംബന്ധിച്ച് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. രാവിലെ പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് നമ്മൾ മലയാളം, ഹിന്ദി, ഉറുദു, അറബി ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ, അവർക്ക് രാവിലെ എക്സാം ഉണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ, എക്സാമിന് ഉള്ളിൽ എന്താണ്, ഒന്നും ഗ്യാപ്പ് വരുന്നില്ല. അത് കൂടാതെ 20-ന് 2 എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. വളരെ എന്താ, നിങ്ങളെ സംബന്ധിച്ച് ടെൻഷൻ ആക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒരു ടൈം ടേബിൾ ആണ് വന്നിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാം വരുന്നത് 21-നാണ്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. എക്കണോമിക്സ് ആണ് ആ ഒരു എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 21-ന് മോഡൽ എക്സാം അവസാനിക്കുകയാണ്. അപ്പൊ എന്താണ്, നമ്മുടെ കയ്യിൽ ടൈം ഇല്ല എന്നത് മാത്രമല്ല, മോഡൽ എക്സാമിന്റെ ഇടയിലൊന്നും ഗ്യാപ്പ് ഇല്ല. സോ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മൾ ട്രിപ്ലൈയിൽ തേർഡ് ടേം പോർഷൻസിന്റെ ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ വീഡിയോസും, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴേ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അക്കാദമിക്കലി ഹെൽപ്പ് വേണ്ടത്, അങ്ങനെയുള്ള എല്ലാ വീഡിയോസും ലൈവായിട്ടൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കാദമിക്കലി എന്തൊക്കെ ഹെൽപ്പാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഇടുകയാണെങ്കിൽ നമ്മൾ അതുകൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഞങ്ങൾ പറയുന്ന പോലെ ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.